ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ ഇഡ്ഡലി കുറുമയെന്നാണ്. പക്ഷേങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ മാത്രമൊന്നും അല്ല, ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എന്നാലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉണ്ടാവും കടലപ്പരിപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും പിന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണോളം കശകശയാട്ടോ ചേർക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 4 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയുടെ പീസ് എടുത്തിട്ട് ഒന്ന് 2-3 കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. അത്യാവശ്യം ആ കാഷ്നട്ടിൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണേ. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് കളറൊന്നും മാറ്റണ്ട. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വരണം. അതിൽ ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അംശം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമല്ലോ, ആ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പം അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുകയാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ പാത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്താണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്, 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനൊരു 2 ചെറിയ സവാള ആയതുകൊണ്ട് 2 എടുത്തേ ഉള്ളൂ. 2 എടുത്ത് ഇതുപോലെ ഒന്നങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതായിട്ടൊന്നും അരിയണ്ട, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഒരുപാട് അങ്ങ് കളറൊന്നും മാറ്റണ്ട, അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. ഇപ്പോൾ ദാണ്ട സവാള ഒന്ന് വെന്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറിയതായതുകൊണ്ടാണ് 2 ചേർത്തത്. തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ് തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ ദാണ്ട മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തതാണ്, ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്നും ചേർക്കാതാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാടിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ മസാലയായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഈ മിക്സ് മൊത്തം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ വെള്ളം പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ ചേർക്കാം. ഇത് ഞാൻ ടോട്ടൽ ഒരു 2.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാവേ.
ഇനി എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോഴേ ഇത്രയേ ഉള്ളടോ, നമ്മുടെ ഇഡ്ഡലി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം അങ്ങ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ അതങ്ങ് മിക്സാക്കി നമുക്ക് ചൂടോടെ തന്നെ ഇഡ്ഡലിയുടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാം. നല്ല പൊള്ളിയാണ്. എത്ര ഇഡ്ഡലി വേണമെങ്കിലും ഒരു ഇരിപ്പിൽ അങ്ങോട്ട് കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ തള്ളുന്നേ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പം ഇനിയും കാണാടോ. ബൈ.